ഓപ്പറേഷൻ ഇല്ലാതെ ഒരുപാട് കേസുകൾ നമ്മളിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു പ്രത്യേക മർമ്മസ്ഥാനത്ത് വിരൽ വെച്ചുകൊണ്ട് ആ ഫിറ്റ്സിന് ഇല്ലാണ്ടാക്കാൻ സാധിക്കും. ഇന്ന് ചെറുപ്പക്കാരിലൊക്കെ തന്നെ കണ്ടുവരുന്നത് കുറേ വൈകി ഉറങ്ങാം, അതിനുശേഷം കുറേ വൈകി ഉണരുന്ന രീതി. അത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ആയോധന കലാക്ഷേത്രയുടെ പിതാവ് അശോകൻ ഗുരുക്കളാണ്. നമസ്കാരം ഗുരുജി. നമസ്തേ. നമ്മുടെ ഇന്നെല്ലാവർക്കും പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആയവരിൽ മാത്രം കണ്ടുവരുന്നതായിരുന്നു ഈ ബാക്ക് പെയിൻ എന്നുള്ള സംഭവം. ഇന്ന് യങ്സ്റ്റേഴ്സ് ആയാലും കുഞ്ഞു കുട്ടികൾക്ക് വരെ ബാക്ക് പെയിൻ ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത് ഇത്രയും എല്ലാവരിലും കണ്ടുവരാനായിട്ടുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇന്ന് ജീവിത രീതികളുടെ അല്ലെങ്കിൽ ജീവിതചര്യകളുടെ തെറ്റായിട്ടുള്ള ആ ഒരു ഓരോ ദിവസവും തള്ളി നീക്കുന്നതാണ് പ്രധാനമായിട്ടും നടുവേദന എല്ലാ വിഭാഗക്കാരിലും കാണാനുള്ള പ്രധാന ഒരു കാരണമായിട്ട്. അതിൽ തന്നെ വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നില്ല എന്നുള്ളത്. ഒരു 20 കിലോ തൂക്കമുള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിച്ചിരിക്കണം. അപ്പോൾ ഒരു 60 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഏകദേശം 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കഴിക്കും. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാതെ വരുമ്പോൾ ശരീരത്തിൽ ഗ്യാസ് പോലെയുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാവാനും അസിഡിക് ആവാനും അതിനെ തുടർന്ന് നമുക്ക് ശരീരത്തിൽ വല്ലാതെയുള്ള വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള, അത് പല സ്ഥലങ്ങളിലായിരിക്കും വേദന ഉണ്ടാവും. അത് ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നടുവിനായിരിക്കും കൂടുതൽ അധ്വാനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഭാഗത്ത് കൂടുതൽ വേദന തോന്നും. ഇനി കൈകൊണ്ട് ഒരു കൈ കൊണ്ട് മാത്രം അല്ലെങ്കിൽ 2 കൈ കൊണ്ട് മാത്രം കൂടുതൽ അധ്വാനം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ കൈയിൻ്റെ ഭാഗത്തായിരിക്കും കൂടുതൽ വേദന വരിക. അപ്പോൾ അങ്ങനെ ഒരേ ഇരിപ്പ് ഇരുന്നുകൊണ്ട് പണിയെടുക്കുന്ന ആളുകളാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തായിരിക്കും അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട്. അങ്ങനെ പല വിധത്തിൽ ആ വേദനകൾ വരുന്നു. അതിന് പ്രധാന കാരണം അതിന് ശരീരത്തിന് വേണ്ടത്ര വ്യായാമമില്ലായ്മയും അതോടൊപ്പം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതും ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ദിനചര്യകൾ, ജീവിതത്തിൽ എപ്പോഴും നമുക്ക് പാലിക്കേണ്ട കുറച്ച് ഒരു ചിട്ടയായിട്ടുള്ള ജീവിതം എന്ന് പറയും. അതായത് രാത്രി നേരത്തെ ഉറങ്ങി അതിരാവിലെ ഉണരുന്ന ഒരു രീതി. ഇന്ന് ചെറുപ്പക്കാരിലൊക്കെ തന്നെ കണ്ടുവരുന്നത് കുറേ വൈകി ഉറങ്ങാം, അതിനുശേഷം കുറേ വൈകി ഉണരുന്ന രീതികൾ. അത് തന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. അത് മാറ്റിയാൽ തന്നെ നമുക്ക് അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിക്കളയണമെങ്കിൽ ആ ഒരു ശൈലി നിർബന്ധമായിട്ടും മാറ്റിയേ പറ്റൂ. അപ്പോൾ അത് ബാക്ക് പെയിൻ എന്നുള്ളത് സർവ്വസാധാരണമായിട്ടൊന്ന് കണ്ടുവരാനുള്ള പ്രധാന കാരണങ്ങൾ പറയുമ്പോൾ നമുക്ക് ഈ തെറ്റായിട്ടുള്ള ജീവിത രീതികൾ തന്നെയാണ്. ഗുരുജി ഇതിൽ മെൻഷൻ ചെയ്തിരുന്നു നമ്മൾ ഇരിക്കുന്ന രീതി, അത് ഒരുപാട് സമയം ഇരിക്കുമ്പോൾ ഒക്കെ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ IT ഫീൽഡിലുള്ളവർ, ഓഫീസിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ ഈ സ്പെയിന് പ്രശ്നം വരാനുള്ള കാരണം ഇത് തന്നെയായിരിക്കുമോ? തീർച്ചയായിട്ടും. അതിപ്പോൾ നടുവിന് നല്ല പോലെ സ്ട്രെയിൻ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അത് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് അത് സ്വാഭാവികമായിട്ട് ശരീരം തന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ള ഒരു തോന്നൽ നമ്മളിലുണ്ട്. അത് ശരീരം ആവശ്യപ്പെടുന്നു. എൻ്റെ ആ സ്റ്റിഫായിട്ടിരിക്കുന്ന ആ ഭാഗത്തേക്ക് കാര്യമായിട്ട് രക്തോട്ടം പ്രാണസഞ്ചാരം നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അല്പം ഒന്ന് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഫ്ലെക്സിബിൾ ആക്കണം. അല്ലെങ്കിൽ അതിനെ വ്യായാമത്തിൻ്റെ രീതിയിൽ പറഞ്ഞ് നമ്മുടെ അരക്കെട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചലിപ്പിച്ച് അവിടേക്ക് രക്തോട്ടം വരുത്തുക, പ്രാണസഞ്ചാരം വരുത്തിയാൽ ഈ പ്രശ്നം തീരും. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറ അത്തരം വ്യായാമ രീതികളിലേക്കൊന്നും കടക്കാതെ, അല്ലെങ്കിൽ അവർക്കതിന് വേണ്ടത്ര സമയം കിട്ടാതെ അവർ ഒരു രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രധാന കാരണമാണ്. മറ്റൊന്നുള്ളത്, അവർ പലപ്പോഴും AC അല്ലെങ്കിൽ ഫാനൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് തന്നെ അവർക്ക് ദാഹം അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ഒരു തോന്നൽ അവരിൽ ഇല്ലാതെ പോകുന്നു. അപ്പോൾ അത്തരം ആ വെള്ളം ആവശ്യത്തിന് ശരീരത്തിൽ ഇല്ലാത്തതും ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ബാക്ക് പെയിൻ ഒക്കെ വരുന്നവർ ഏത് ഘട്ടത്തിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും? ബാക്ക് പെയിനൊക്കെ അത് തുടക്കത്തിൽ തന്നെ അതിൻ്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടൊന്ന് മാറ്റിക്കളയാവുന്നതാണ്. മറിച്ച് അത് കൊണ്ട് നടന്ന് അത് പല ആളുകളും അതിൻ്റെ പെയിൻ കില്ലർ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു മരുന്നുകളൊക്കെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങി കഴിച്ചും അല്ലെങ്കിൽ അതിനെ ഒരു പരിധിവരെ സഹിച്ചും ഒക്കെ നടക്കുമ്പോൾ
അത് പലപ്പോഴും ഡിസ്ക് ബൾജാവാനും അതിലൂടെ ചെറിയ ചെറിയ ഞരമ്പുകളും മറ്റൊക്കെ അതിൽ ബ്ലോക്കായി അത് ആ വേദന നടുവിന് നല്ല കടുത്ത വേദന ഉണ്ടായി അവിടെ നിന്ന് പിന്നെ കാലിലേക്ക് ഇറങ്ങി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സയാറ്റിക്ക പോലെയുള്ള പല വിധത്തിലുള്ള രോഗങ്ങളിലേക്ക് അത് തിരിയാനുള്ള കാരണങ്ങളായി തീരും. അപ്പോൾ അത്രയും വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആവാതെ നമ്മൾ നേരത്തെ തന്നെ ചികിത്സ തേടുന്നത് വളരെ ഉത്തമം. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കാരണങ്ങൾ, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെയാണ് പോരായ്മ അല്ല മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതുപോലെ മറ്റ് വെള്ളത്തിൻ്റെ പോരായ്മകളോ അല്ലെങ്കിൽ മറ്റു കുറവുകളോ ഉണ്ടെങ്കിൽ അത് നികത്തണം, അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ പോരായ്മകളുണ്ടെങ്കിൽ അത് നികത്തണം, ഭക്ഷണത്തിൽ പോഷകങ്ങളുടെ കുറവുകളുണ്ടെങ്കിൽ അത് നികത്തണം. ഇത്തരത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പോരായ്മകളുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് അത് നികത്താനായിട്ട് നല്ല ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു മർമ്മ ചികിത്സകരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നാട്ടുവൈദ്യന്മാരെയോ ഒക്കെ അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്മാരെയോ ഡോക്ടർമാരെയൊക്കെ കണ്ട് അതിൻ്റെ ചികിത്സ തേടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി. അതാണ് അവിടെ നിന്നും ആ ചികിത്സ ഫലിക്കാതെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആധുനിക വൈദ്യത്തിൻ്റെ പുറകെ പോകേണ്ടതുള്ളൂ. ഗുരുജി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കളരി മർമ്മ ചികിത്സയ്ക്ക് ബാക്ക് പെയിനിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റും? ഇവിടെ കളരി ചികിത്സയുടെ അല്ലെങ്കിൽ മർമ്മ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബാക്ക് പെയിൻ മാറ്റി കൊടുക്കാൻ സാധിക്കും. ഒരുപാട് മറ്റ് ചികിത്സകളൊക്കെ ചെയ്ത് ഒരുപാട് ബ്ലഡ് അതുപോലെ മറ്റ് ശരീരത്തിലെ യൂറിൻ മറ്റ് ഒരുപാട് ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ എക്സ്റേ സ്കാനിങ് അങ്ങനെ ഒരു ലോഡ് സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെ എടുത്ത് പലപ്പോഴും പേഷ്യൻസ് വരാറുള്ളത്. അപ്പോൾ അത് നോക്കി അതോടൊപ്പം തന്നെ നാടി പിടിച്ച് നോക്കി അതിലത്തെ എന്തൊക്കെയാണ് ഏതൊക്കെ പോരായ്മകളാണ് എന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഡിസ്കുകൾ ശരീരത്തിന് അല്ലെങ്കിൽ ലംബാറിൻ്റെയോ അല്ലെങ്കിൽ അതിന് തൊറാസിക്കിലോ അല്ലെങ്കിൽ സെർവിക്കലിലോ ഒക്കെ തെന്നിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഡിസ്കുകളെയൊക്കെ യഥാസ്ഥാനത്തേക്ക് ആക്കി ഇട്ടാൽ അവരുടെ വേദനകൾ സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ അതിനെ വളരെയേറെ സഹായിക്കുന്നതാണ് കളരി ചികിത്സയും മർമ്മ ചികിത്സയും എല്ലാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ശരിയാക്കി ഇട്ടതുകൊണ്ട് മാത്രം പ്രശ്നം തീരുന്നില്ല. അതിനെ പിന്നീട് തെന്നിപ്പോവാതിരിക്കുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തിലെ മജ്ജയുടെ മാംസത്തിൻ്റെയും അല്ലെങ്കിൽ പല വിധത്തിലുള്ള പോഷകങ്ങളുടെ കുറവുകൾ, ഫ്ലൂയിഡിൻ്റെ കുറവുകൾ, അങ്ങനെ പല വിധത്തിലുള്ള പോഷകങ്ങളുടെ കുറവുകൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. ആ പോഷകങ്ങളുടെ കുറവിനെ കൂടി നമ്മൾ നികത്തുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികൾ, നല്ല കഷായങ്ങൾ, അതുപോലെ നല്ല നെയ്യ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല നല്ല ഭക്ഷണ സംസ്കാരം അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പറഞ്ഞയക്കാറുള്ളത്. ജീവിതശൈലിയിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും വ്യായാമങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് മൊത്തം ജീവിത ശൈലിയെ മാറ്റി പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവിടുന്ന് നമ്മൾ പഠിപ്പിച്ചു വിടാറ്. പല ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ബാക്ക് പെയിന് അതൊക്കെ നമുക്ക് ഈ കളരി മർമ്മ ചികിത്സയിലൂടെ മാറ്റാൻ പറ്റുമോ? ആ ഒരു സർജറീസ് ഇതൊന്നും ഇല്ലാതെ തന്നെ ഏറെക്കുറെയൊക്കെ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഒരുപാട് കേസുകൾ നമ്മളിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് പല വിധത്തിലുള്ള കാരണങ്ങളെ കൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത്. ചിലർക്ക് നല്ല കഠിനമായിട്ടുള്ള വീഴ്ചകളെ കൊണ്ട് സംഭവിക്കാം. അതുപോലെ ശരീരത്തിലെ പോഷകക്കുറവ് കൊണ്ട് സംഭവിക്കാം. അതുപോലെ സ്ഥിരമായിട്ടിരുന്ന് നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് ഒരേ ഇടത്ത് ഇരുന്നുകൊണ്ട് വ്യായാമമില്ലാത്തതിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കാം. അങ്ങനെ പലവിധ കാരണങ്ങളാണ്. അതിൽ ഏറെക്കുറെയൊക്കെ നമുക്ക് ഇവിടെ മാറ്റി കൊടുക്കാൻ സാധിക്കാറുണ്ട്. അത് പലപ്പോഴും ഇവിടെ ഒരു ബാക്ക് പെയിനായിട്ട് വർഷങ്ങളെ കൊണ്ട് വേദന അനുഭവിച്ച് പലപ്പോഴും ആധുനിക മെഡിസിനൊക്കെ എടുത്ത് പലപ്പോഴും ഇഞ്ചക്ഷൻ ഇങ്ങനെ വേദനയ്ക്കും മറ്റൊക്കെയുള്ള ഇതുകളൊക്കെ ചെയ്തു വരുന്ന അങ്ങനെ വളരെ അപൂർവം കേസുകൾ മാത്രം നമുക്ക് മാറ്റി കൊടുക്കാൻ സാധിക്കാറില്ല. കാരണം അത് പലപ്പോഴും നമ്മുടെ ഇളക്കമുറകളോ മറ്റൊന്നും അവരെ കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരുടെ എല്ലുകൾ വളരെ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ നാഡികളൊക്കെ വളരെ വീക്കായിട്ടുണ്ടാവും. പലപ്പോഴും അവർ പറയും 2-3 ഇഞ്ചക്ഷനൊക്കെ ഇപ്പോൾ തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ 2 ഇഞ്ചക്ഷനൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന അപൂർവമായിട്ടുള്ള ചില കേസുകൾ നമുക്ക് കൈവിട്ട് കളയേണ്ടി വരാറുണ്ട്. അത്
വളരെ റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് എടുക്കാറില്ല. അല്ലാതെ വരുന്ന എല്ലാ കേസുകളും നമുക്കിവിടെ മരുന്നുകളും അല്ലെങ്കിൽ നമ്മുടെ മർമ്മ ഇളക്കുമുറകളിലൂടെ തന്നെ ഈസിയായിട്ട് മാറ്റി കൊടുക്കാൻ സാധിക്കാറുണ്ട്. ശരിക്കും ഈ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമ്മുടെ മനുഷ്യ ശരീരത്തിലൊക്കെ എത്ര മർമ്മങ്ങളുണ്ട്? എന്താണ് ശരിക്കും മർമ്മ ചികിത്സ എന്നുള്ളത്? പറയാം. മർമ്മം എന്ന് പറയുന്നത്, അതിനെ ഒരു 2-3 ഡെഫിനേഷൻ പറയും. മർമ്മം എന്ന് പറഞ്ഞാൽ മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ഒരു കളരി ഇതിൽ ആയുധങ്ങളും മറ്റു രീതിയിലുള്ള പയറ്റുമുറകളാണ്. അവിടെ പലപ്പോഴും ആയുധങ്ങളായിക്കോട്ടെ വെറും കൈയായിട്ട് പ്രയോഗിക്കുന്ന എല്ലാം തന്നെ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിലേക്കാണ്. മർമ്മസ്ഥാനങ്ങൾ എന്താണെന്നുള്ള അത് ഏതൊക്കെയെന്നുള്ളത് പറയാം. ആ മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു മർമാഘാതം ഏറ്റുകഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേദനകളിൽ നിന്ന് തുടങ്ങി അത് മരണത്തെ വരെ ഉണ്ടാക്കാം, മരണം വരെ സംഭവിക്കാം. അത് മർമ്മം എന്ന് പറയാം. അതേ സമയത്ത് അതൊരു നമ്മളിപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കളരിയിൽ നടക്കുന്ന അപകടങ്ങളെ അവിടെ തന്നെ മാറ്റി കളയാനുള്ള സംവിധാനമുണ്ട്. അതാണ് കളരി ചികിത്സ. അവിടെ നിന്നാണ് ആ കളരി ചികിത്സയുടെ ഉത്ഭവം തന്നെ. അപ്പോൾ ആ കളരി ചികിത്സയിൽ ചെയ്യുന്നത് ഈ മർമ്മസ്ഥാനങ്ങളിൽ എവിടെയാണോ ആഘാതം ഏറ്റിട്ടുള്ളത് അതിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഇല്ലാണ്ട് ആക്കുന്ന രീതികൾ, അതിനെ ആളെ പൂർവാധികം ശക്തിയുള്ള അല്ലെങ്കിൽ പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയോഗിക്കുന്ന മർമ്മ പ്രയോഗങ്ങൾ, അതിനെ മർമ്മ ഇളക്കുമുറകൾ എന്നാണ് പറയുക. ആ മർമ്മ ഇളക്കുമുറകൾ ചെയ്തുകൊണ്ട് ആ അസുഖത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നു. അപ്പോൾ അത് ഇവിടെ മരണത്തെ ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുന്ന അതേസമയം തന്നെ ജീവൻ രക്ഷിക്കുന്നതാണ്. അതിപ്പോൾ കളരിയിൽ നടക്കുന്ന അപകടങ്ങൾ മാത്രമല്ല, നമുക്ക് പണിസ്ഥലത്ത് സംഭവിക്കാം, അപകടങ്ങളിലൂടെ സംഭവിക്കാം, റോഡ് അപകടങ്ങളോ മറ്റു രീതിയിലുള്ള വീഴ്ചകളിലൂടെ സംഭവിക്കാം, ഒക്കെ മർമാഘാതങ്ങൾ സംഭവിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ക്ഷതങ്ങളെ, മർമ്മക്ഷതങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കുന്ന രീതിയാണ് മർമ്മ ഇളക്കുമുറകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ മർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 108 മർമ്മസ്ഥാനങ്ങളെന്നാണ് പറയുക. ഒരു പഴയ ഗുരുനാഥന്മാരൊക്കെ ശരീരത്തിൽ 3000-ഓളം മർമ്മസ്ഥാനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് പിന്നീട് അടുത്ത തലമുറയ്ക്ക് കൈമാറാതെ വന്നതിൻ്റെ ഫലമായിട്ട് അത് ലോപിച്ച് വീണ്ടും 1000 ചില്ലാൻ മർമ്മങ്ങളായി. പിന്നീട് എന്നെപ്പോലെയുള്ള ആളുകൾക്കൊക്കെ ഇപ്പം ഇന്ന് ഒരുപാട് ഗുരുനാഥന്മാർ നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഉള്ള പല ഗുരുനാഥന്മാരെ സമീപിച്ചിട്ട് എനിക്കൊക്കെ പഠിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു 450-ഓളം മർമ്മസ്ഥാനങ്ങളാണ്. അപ്പം പൊതുവേ നമ്മൾ പറയുക ശരീരത്തിലെ 108 മർമ്മസ്ഥാനങ്ങൾ എന്നാണ് പറയുക. പൊതുവെ ആ ഒരു രീതിയിലാണ് അതിനെ പറയപ്പെടുന്നത്. ആ മർമ്മസ്ഥാനങ്ങളൊക്കെ തന്നെ ജീവൻ രക്ഷിക്കുന്നതാണ്, അതേ സമയത്ത് മരണത്തെ ഉണ്ടാക്കുന്നതുമാണ്. അതിൻ്റെ ആഘാതം കൂടിക്കഴിഞ്ഞാൽ അത് മരണത്തിലേക്കും, അതിനെ ചെറിയ രീതിയിൽ നമ്മൾ ഇളക്കി ആ ജീവനെ പുനരുജ്ജീവിക്കുന്നത് അത് മർമ്മ ഇളക്കുമുറകളിലൂടെ അത് ജീവൻ രക്ഷിക്കുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ മർമ്മ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ മർമ്മ ചികിത്സയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആ മർമാഘാതം ഏറ്റ വ്യക്തിയെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ പലപ്പോഴും മരുന്നിൻ്റെ സഹായത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ മരുന്നുകളില്ലാതെ തന്നെ നമുക്ക് പല അസുഖങ്ങളും മർമ്മ പ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരുപാട് അസുഖങ്ങൾ, ഫിറ്റ്സ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് വർഷം മരുന്ന് കഴിക്കേണ്ടതാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെ മർമ്മം അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് വിദഗ്ധമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ്, മാക്സിമം ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഒരു പ്രത്യേക മർമ്മസ്ഥാനത്ത് വിരൽ വെച്ചുകൊണ്ട് ആ ഫിറ്റ്സിനെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ എക്കിട്ടം വരുന്നവർ എപ്പോഴും ഇങ്ങനെ ചിലർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ദിവസങ്ങളോളം നിൽക്കും. അതിപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക മർമ്മസ്ഥാനത്ത് വിരൽ വെച്ച് പ്രസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അത് മാറ്റിക്കിടും. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഹോസ്പിറ്റലിൽ കിടന്ന് 2-3 ദിവസമൊക്കെ കിടന്നിട്ടും മാറാതെ നമ്മുടെ അടുത്ത് ആളുകൾ വന്നിട്ടുണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ പല മാറാവ്യാധികളെ നമുക്ക് മർമ്മ ഇളക്കുമുറകളിലൂടെ അല്ലെങ്കിൽ മർമ്മ പ്രയോഗത്തിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. ഒരുപാട് അറിവുകളാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഗുരുജി നമ്മളായിട്ട് പങ്കുവെച്ചത്. എല്ലാവർക്കും ഉപകാരമാകുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടി. സോ താങ്ക് യു സോ മച്ച് ഗുരുജി. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ.